إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. അതിൽ വെച്ച് വിശ്വാസികളായ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് നമ്മുടെ മുഖ്യ ശത്രുവായി അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഇബ്ലീസിൻ്റെ, ശൈത്വാൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത്. നമുക്കാർക്കെങ്കിലും ഒരു ശത്രുവുണ്ടെങ്കിൽ ആ ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ സാധ്യമായ എല്ലാ മുൻകരുതലുകളും ഞാനും നിങ്ങളും എടുക്കാൻ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ഏറ്റവും മുഖ്യ ശത്രുവായി പരിചയപ്പെടുത്തിയ ഇബ്ലീസിൽ നിന്നും, ശൈത്വാനിൽ നിന്നും, അവൻ്റെ കൂട്ടാളികളിൽ നിന്നും രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്തത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായത്തെ 6-ാമത്തെ വചനമാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, ശൈത്വാൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണമേ, കണക്കാക്കണമേ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ, അവന്റെ കൂട്ടാളികളെ നരകത്തിന്റെ അവകാശികളാക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണുവാൻ സാധിക്കും, വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ, നിങ്ങൾ ശൈത്വാന്റെ കാൽപ്പാടുകൾ നിങ്ങളൊരാളും പിന്തുടരാൻ പറ്റുകയില്ല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. 2-ാം അധ്യായത്തിലെ 208-ാമത്തെ വചനമാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയാണ്, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين.
പിശാച് ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞ കാര്യമാണ്. അവരുടെ മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും ഞാൻ കടന്നു ചെന്നുകൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ അനുഭൂതികളിൽ നിന്നും അവരെ തള്ളി താഴെയിട്ട് നരകത്തിനടിത്തട്ടിലേക്ക് ഞാൻ അല്ലാഹുവേ അവരെ വലിച്ചിഴക്കുമല്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചവനാണ് സഹോദരന്മാരെ ശൈത്വാനും അവന്റെ കൂട്ടാളികളും. അതുകൊണ്ട് ആ ശൈത്വാനിൽ നിന്നും രക്ഷപ്പെടാൻ നാം ഏവരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രസിദ്ധ പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം ഒരു വ്യക്തിയെ ശൈത്വാൻ കീഴ്പ്പെടുത്തുന്ന 7 മാർഗങ്ങൾ പറയുന്നുണ്ട്. സഹോദരന്മാരെ, ആ 7 മാർഗങ്ങൾ ഞാൻ പറയുമ്പോൾ ആലോചിക്കുക, ഇതിൽ ശൈത്വാന്റെ ഏതെങ്കിലും ഒരു കെണിയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന്. ഒന്നാമതായി അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തിയെ ശൈത്വാൻ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. സഹോദരന്മാരെ, ശിർക്കിന്റെ ഗൗരവം എത്രയാണ്! അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞില്ലേ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. സഹോദരന്മാരെ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പടച്ചറബ് ഒരിക്കലും ശിർക്ക് പൊറുക്കൂലട്ടോ. ഇന്നഹു മയുശ്രികു ബില്ലാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അല്ലാഹു തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തല്ലേ. ആ ശിർക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ സഹോദരന്മാരെ നമുക്കുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പോലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ടും അറിയാതെയും നീൽ പങ്കു ചേർക്കുന്നതിനോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. സഹോദരന്മാരെ, ഈ പ്രാർത്ഥന ഞാനും നിങ്ങളും നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും ഏതേതു പ്രയാസങ്ങളിലും അല്ലാഹ് എന്നല്ലാതെ മൺമറഞ്ഞുപോയൊരു മഹാത്മാവിനെ വിളിക്കുന്നവരായി നമ്മൾ മാറാൻ പറ്റുകയില്ല. നമ്മുടെ അഭയം അതേലസിലോ ഉർക്കിലോ ഐക്കലിലോ അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞില്ലേ, മൻ അല്ലഖ തമീമതൻ ഫഖദ അശ്റക. ആരെങ്കിലും ഏലസോ ഉർക്കോ ഐക്കലോ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അത്തരം ശിർക്കിന്റെ യാതൊരു വിശ്വാസവും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ മരണപ്പെട്ടാൽ നരകത്തിൽ ഖാലിദൻ മുഖല്ലദ, കാലാകാലം നമ്മൾ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ കൊണ്ട് ശിർക്ക് ചെയ്യാൻ ശൈത്താന് സാധിച്ചിട്ടില്ലെങ്കിൽ ശൈത്താൻ അവനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യാൻ പരിശ്രമിക്കുമെന്ന ശൈത്താന്റെ രണ്ടാമത്തെ കണിത സഹോദരന്മാരെ, അവനെ കൊണ്ട് ശൈത്താൻ ബിദ്അത്ത് ചെയ്യിപ്പിക്കും. ബിദ്അത്തിന്റെ ഗൗരവം എത്രയാണ്! എല്ലാ ഖുത്ബയിലും നമ്മൾ കേൾക്കുന്നില്ലേ, കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും അത് വഴികേടാണ്, എല്ലാ വഴികേടും അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് എല്ലാ വെള്ളിയാഴ്ച മിമ്പറിൽ നാം ഓരോരുത്തരും കേൾക്കുന്നുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ദീനിൽ ഒരു കാര്യം പുതുതായി കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹോദരന്മാരെ, ദീനിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, നന്മയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കടത്തിക്കൂട്ടാൻ നമ്മിൽ ഒരാൾക്കും യാതൊരു അവകാശവുമില്ല. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഫമാ ലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. അന്ന് ദീനില്ലാത്തൊരു കാര്യം സഹോദരന്മാരെ അത് ഇന്നും ദീനാവുകയില്ല. നിസ്കാരം നല്ല കാര്യമാണോ? ആണ്. സുജൂദ് നല്ലതല്ലേ? ആണ്. റുകൂഅ നല്ലതല്ലേ? ആണ്. ഖുർആൻ പാരായണം നല്ലതല്ലേ? ആണ്. എന്ന് വിചാരിച്ച ഒരു വ്യക്തിക്ക് സുബഹി 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുബഹി അത് 2 ഉള്ളൂ എന്ന്. നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ദീനിൽ നാം ഒരാളും പുതുതായും കടത്തിക്കൂട്ടാൻ പറ്റുകയില്ല. ഇതിന്റെ അപകടം എത്ര സഹോദരന്മാരെ! അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ലോകത്ത് വെച്ച് ലഭിക്കുന്ന ഹൗദുൽ കൗസറിന്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാനാണ് ഹൗദിൽ. അങ്ങനെ ഹൗദിന്റെ മഹത്വമൊക്കെ പ്രവാചകൻ പറയാം. റസൂൽ പറയുന്നുണ്ട്, ആരെങ്കിലും ആ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവരിനൊരിക്കലും ദാഹിക്കൂല. അങ്ങനെ ചില വ്യക്തികൾ കടന്നു വരും, എനിക്കവരറിയാം, അവർക്ക് മുന്നിലുമിടയിൽ അള്ളാഹു ഒരു മറയിടും. ഞാൻ ചോദിക്കും, അവർ എന്നിൽപ്പെട്ടവരല്ലേ? അപ്പൊ അള്ളാഹ് പറയുന്ന, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക്. നബിയേ, താങ്കൾക്കറിയില്ല, താങ്കൾക്ക് ശേഷം ദീനിൽ അവരെന്തൊക്കെയാണ് പുതുതായും
കടത്തിക്കൂട്ടിയത് എന്ന്. അതുകൊണ്ട് എന്നിട്ട് റസൂൽ പറയുമെന്നാണ്, സുഹ്കൻ സുഹ്കാ ലിമൻ ബദ്ദല ബഅദി. ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ ചെല്ലുന്ന വേളയിൽ ബിദ്അത്ത് ചെയ്ത വ്യക്തികളെ അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞാട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, ആ ബിദ്അത്തിന്റെ കക്ഷികളായി നാം ഒരാളും മാറി തീരാൻ പറ്റുകയുള്ള മഹാനായ ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഇബ്ലീസിന് ഒരു വ്യക്തി തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം അവൻ ബിദ്അത്ത് ചെയ്യുന്നതാണ്. വൽ മഅസിയതു യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. ഒരു പക്ഷേ ബിദ്അത്തിൽ നിന്നും ഒരു വ്യക്തി എന്തെയില്ല, ഒരിക്കലും തൗബ ചെയ്യൂല. തിന്മ ചെയ്യുന്ന വ്യക്തി, വ്യഭിചരിക്കുന്ന വ്യക്തി, കള്ള് കുടിക്കുന്ന വ്യക്തി, അവനൊരു പക്ഷേ അറിഞ്ഞേക്കത് തിന്മയാണെന്ന് അവനതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ബിദ്അത്ത് ചെയ്യുന്നവരുടെ വിശ്വാസം എന്താ? ഞാൻ നടത്തുന്ന ഈ കാര്യമൊക്കെ അത് ഇസ്ലാമിൽ വലിയ മഹത്വമുള്ള, സ്വർഗ്ഗത്തിൽ എനിക്ക് ലഭിക്കുന്ന പുണ്യമുള്ള കാര്യമാണെന്ന. പക്ഷേ സഹോദരന്മാരെ, അതിൻ്റെ ഗൗരവം അവനൊരു പക്ഷേ നരകത്തിൽ മുഖം കുത്തി വീഴുന്നവരായി തീരുന്നുള്ളതാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ കാര്യം സഹോദരന്മാരെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിനെ ശൈത്വാന് ശിർക്ക് കൊണ്ടോ ബിദ്അത്ത് കൊണ്ടോ കീഴ്പ്പെടുത്താൻ സാധിക്കാതിരുന്നാൽ ശൈത്താന്റെ പരിശ്രമം അവനെ കൊണ്ട് കബായിറുകൾ ചെയ്യിപ്പിക്കുന്ന വൻപാപങ്ങൾ. സഹോദരന്മാരെ, എന്താണ് കബായിർ എന്ന് പറഞ്ഞാൽ? മദ്രസിൽ നിന്ന് ഒരു പക്ഷേ 7 വൻപാപങ്ങൾ എണ്ണി പഠിച്ചവരായിരിക്കും ഞാനും നിങ്ങളും. കേവലം 7 മാത്രമാണ് വൻപാപം അല്ല. എന്താണ് വൻപാപം എന്ന് പറഞ്ഞാൽ? കുല്ലു ദംബിൻ, എല്ലാ തിന്മകളും. അള്ളാഹുവോ അവന്റെ പ്രവാചകനും ഒരു തിന്മ ചെയ്താൽ അതിന് നരകമുണ്ടെന്ന് പറഞ്ഞ, ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ, അള്ളാന്റെ കോപമുണ്ടെന്ന് പറഞ്ഞ, നീ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുമെന്ന് പറഞ്ഞ, നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ എല്ലാ തിന്മകൾക്കുമുള്ള പേരാണ് സഹോദരന്മാരെ കബായിർ എന്ന് പറഞ്ഞാൽ. ഇന്ന് പല ആൾക്കാരുടെയും ധാരണ എന്താ? തൗഹീദ് ഉണ്ടായാൽ മതി, പിന്നെ കുറച്ചൊക്കെ നരകത്തിൽ കിടന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തേക്ക് പോകാലോ എന്നാ. സഹോദരന്മാരെ, ആ നരകത്തോടടുക്കാൻ പോലും നമുക്ക് സാധിക്കൂല. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ. ആ നരകത്തിന്റെ തീപ്പൊരി പോലും അത് കൊട്ടാര സമാനമായിരിക്കും. ഒട്ടകക്കൂട്ടങ്ങൾ വരുന്നത് പോലെ ഉണ്ടായിരിക്കും നരകത്തിന്റെ തീപ്പൊരി എന്ന. ആ നരകത്തിലെ ഒരു വ്യക്തിയുടെ രൂപത്തെ കുറിച്ച് ഹദീസുകളിൽ കാണാൻ പറ്റും. ഇന്നഗൽ ദജിൽദൽ കാഫിർ 42 ദിറാഅ വഇന്ന സിർസുഹു മിസ്ല ഉഹദിൻ വഇന്ന മജ്ലിസുഹു മിൻ ജഹന്നം കമാ ബൈന മക്ക വൽ മദീന. നരകത്തിലെ ഒരു വ്യക്തിയുടെ തൊലിയുടെ നീളം 42 മുഴമാണെന്ന. പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയോളം ഉണ്ടാകുമെന്ന. അവന്റെ ഇരിപ്പിടം അത് മക്കക്കും മദീനക്കും ഇടയിലുള്ള വഴി ദൂരം ഉണ്ടായിരിക്കും. അത്തരം വിരൂപിയായിരിക്കും സഹോദരന്മാരെ നരകത്തിലെ വ്യക്തികൾ. ആ നരകത്തോട് അടുക്കാൻ പോലും നമ്മളിലെ ഒരാൾക്കും സാധിക്കൂലട്ടോ. നരകത്തെ ഭയപ്പെടണം സഹോദരന്മാരെ. കബായിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി, അള്ളാഹുവാണേ സത്യം, ലൗ തഅലമൂന മാ അലം, ഞാൻ അറിയുന്നതെങ്ങാൻ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലദഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ അല്പമാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നരകം ഭയാനകരമാണ്. വല്ല കബായിറുമുണ്ടോ? ഒഴിവാക്കേണ്ടതുണ്ട്. പലിശയുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, അല്ലാഹു നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കിയിരിക്കുന്നു. സഹോദരന്മാരെ, പലിശ ഉണ്ടോ? അവസാനിപ്പിക്കാൻ സാധിക്കണം. അതുമായി ഏത് നിലക്ക് ബന്ധപ്പെടുന്നവനും അള്ളാന്റെ ശാപുണ്ടെന്ന് പറഞ്ഞില്ലേ, വാങ്ങുന്നവൻ, അത് ഉപയോഗിക്കുന്നവൻ, അതിനെ സൂക്ഷിപ്പുകാരൻ, എഴുത്തുകാരൻ, സാക്ഷി, എല്ലാവർക്കും അള്ളാന്റെ ശാപുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശാപം കീറിയ ജന്മങ്ങളായി നമ്മൾ മാറാൻ പറ്റൂല. ലഹരിയുടെ ഉപയോഗം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അത് വിട്ടുകളെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആന. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ, മദ്യം അത് തിന്മകളുടെ മാതാവാണ്, വൻപാപങ്ങളിൽപ്പെട്ട പാപമാണെന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ. സഹോദരന്മാരെ, ഇത് നിറം മാറി, കോലം മാറി, പാക്കറ്റ് മാറി വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്താൻ, അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും സഹോദരന്മാരെ മറ്റൊരു തിന്മയാണ്, ഇപ്പോൾ ധാരാളമായി കാണുന്നൊരു തിന്മയാണ് പുരുഷന്മാർ പ്രത്യേകിച്ചും മുടിയും താടിയും ഒക്കെ കറുപ്പിക്കുക എന്നുള്ളത്. അതാണ് പ്രവാചകൻ പറയാണ്, ലാ യജദൂന റായിഹത്തൽ ജന്ന എന്ന. മുടിയും താടിയും കറുപ്പിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കൂല എന്ന. സഹോദരന്മാരെ, ഉണ്ടോ? നിർത്താൻ സാധിക്കണം നമുക്ക്. വസ്ത്രധാരണത്തിന്റെ വിഷയം സ്ത്രീകളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുലൂനൽ ജന്നത വലാ യജ്ന റീഹഹാ. നാമമാത്രമായി വസ്ത്രം ധരിച്ച, ആടിപ്പാടി കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന, തന്റെ മുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ പിൻഭാഗത്ത് കെട്ടിവെച്ച സ്ത്രീകൾ, അവരെ കുറിച്ച് പ്രവാചകൻ പറയാണ്, ലാ യജിദൂന റായിഹത്തൽ ജന്ന, അത്തരം സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കൂല എന്ന.
അത്തരം സ്ത്രീകൾക്ക് സഹോദരന്മാർ സ്വർഗത്തിന് മണം പോലും ലഭിക്കൂല. അതിന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരന്മാരെ ആലോചിക്കുക. നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ പെങ്ങൾമാർക്ക്, നമ്മുടെ മക്കൾക്ക് ആ സ്വർഗത്തിന് മണം ലഭിക്കുമോ? സഹോദരിമാരെ ആലോചിക്കുകയും അള്ളാന്റെ റസൂൽ സ്വർഗത്തിന് മണം ലഭിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട സ്ത്രീകളായി നമ്മൾ മാറിയിട്ടുണ്ടോ? പുരുഷന്മാരോട് പ്രവാചകൻ പറഞ്ഞില്ലേ, നിര്യാണിക്ക് താഴെ വസ്ത്രമുള്ളത് നരകത്തിലാണ് എന്നാ. സഹോദരന്മാരെ, നമ്മുടെ എത്ര ആൾക്കാരെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഉള്ളത്? നിസ്കരിക്കുമ്പോൾ മാത്രം കയറ്റിയാൽ മതിയോ? ഒരിക്കലും പോരാ. പുരുഷന്റെ വസ്ത്രം നിര്യാണിക്ക് മേലെയാ, താഴെയുള്ളത് നരകത്തെയാണെന്ന് പറഞ്ഞത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ. നിര്യാണിക്ക് മേലെ നമ്മുടെ വസ്ത്രം അത് കയറ്റി കൊടുക്കാൻ സഹോദരന്മാരെ എപ്പോഴും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്ര വിഷയങ്ങൾ. സംഗീതം കേൾക്കൽ ഹറാമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും നമ്മൾ എത്ര ആൾക്കാരാ റീൽസിലും ഷോർട്സിലും ആയിക്കൊണ്ട് സംഗീതം കേൾക്കുന്നത്? സഹോദരന്മാരെ, പറ്റുമോ? നമുക്ക് ഇല്ല. ചെറിയ മക്കൾക്ക്, ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? പുരുഷന് സ്വർണം ഹറാമല്ലേ? ഇന്നും ചെറിയ മക്കൾ, അവർക്ക് വകതിരിവില്ല. അത്തരം മക്കൾക്ക് സ്വർണം ധരിപ്പിക്കുന്ന മാതാപിതാക്കളില്ലേ? സഹോദരന്മാർ, അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ സ്വകാര്യങ്ങളിലെ തിന്മകൾ, ഒറ്റക്കാകുമ്പോൾ, ആരും കാണാനില്ലാത്തപ്പോൾ, നാം നമ്മുടെ മൊബൈൽ ഫോൺ ഒറ്റക്കാകുമ്പോൾ തിന്മകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ നാം ഭയക്കേണ്ടതുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ ഒരു വിഭാഗം ആളുകൾ പരലോകത്ത് വരുന്ന അവര് തിഹാമ പർവ്വതം കണക്കെ അമലുമായി കൊണ്ടായിരിക്കും വരിക. തിഹാമ പർവ്വതം കണക്കെ അമലുമായി കൊണ്ട് അവർ പരലോകത്തേക്ക് എത്തും. എന്നിട്ട് ചോദിക്കുന്നതാണ്, അല്ലാഹു തആലയുടെ പ്രവർത്തനത്തെ എല്ലാം ഹബാഅൻ മൻസൂറ, കാറ്റ് പാർന്ന ധൂളികളെ പോലെയാക്കി പടച്ചറപ്പ് മാറ്റും. ഒരു പർവ്വത സമാനം അമലുമായി പരലോകത്തെത്തിയിട്ട് ആ കർമ്മങ്ങൾ മൊത്തം പടച്ചറപ്പ് എന്ത് ചെയ്യും? കാറ്റ് പാർന്ന ധൂളികളെ പോലെയാക്കി തീർക്കുന്ന സ്വഹാബത്ത് റസൂൽ അവരാരാണ്? റസൂൽ പറയാണ്, അവർ നിങ്ങളിൽപ്പെട്ടവരാണ്. നിങ്ങളെപ്പോലെ നിസ്കരിക്കാനും നിങ്ങളെപ്പോലെ നോമ്പ് നോൽക്കാനും എല്ലാ സൽക്കർമ്മക്കൾ മുമ്പിലുള്ളവരാണ് അവർ. പക്ഷേ അവരൊറ്റക്കായാൽ പടച്ചിറപ്പ് വെച്ച് അതിർവരമ്പുകൾ ലംഘിക്കുന്നവരായിരിക്കും അവരെന്ന്. സഹോദരന്മാരെ, എത്ര നിസ്കരിച്ചിട്ടും നോമ്പൊറ്റിട്ടും അങ്ങാടിയിലും നാട്ടിലും സമൂഹത്തിനും വേണ്ട എല്ലാം ചെയ്തിട്ടും ഒറ്റക്കാകുമ്പോൾ തിന്മകളുണ്ടോ? തിഹാമ പർവ്വതം കണക്ക് അമലുമായിട്ട് പരലോകത്തെത്തിയിട്ട് ആ കർമ്മങ്ങളെല്ലാം കാറ്റിൽ പാർന്ന ധൂളികളെ പോലാക്കി തീർക്കുന്ന വ്യക്തികളായി നമ്മൾ മാറിത്തീരും. അതുകൊണ്ട് സ്വകാര്യതകൾ സൂക്ഷിക്കണം. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളുടെ മുമ്പ് നമുക്കൊക്കെ മറച്ചു വെക്കാൻ പറ്റുള്ളൂ, പക്ഷേ അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ കബായിലും നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കേണ്ടതുണ്ട്. തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിനെ കൊണ്ട് ശൈത്വാന് ചിർക്ക ചെയ്യാൻ സാധിക്കാതിരുന്നാൽ, അവനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ, കബായിർ ചെയ്യാൻ സാധിക്കാതിരുന്നാൽ ശൈത്താൻ അവനെ കൊണ്ട് എന്ത് ചെയ്യും? സഗായിറുകൾ ചെയ്യിപ്പിക്കുന്ന. എന്താ സഗായിർ എന്ന് പറഞ്ഞാൽ? ചെറുപാപങ്ങൾ. ഒരു കവി മുമ്പ് പാടിയിട്ടുണ്ട്, ലാ തഹ്ഖിറന്ന സഗീറത്തൻ, ഈ ചെറുതിനൊന്നും നിസാരാക്കി കാണണ്ട. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ, വലിയ വലിയ പർവ്വതങ്ങൾ ഉണ്ടായത് ചെറിയ കല്ലും മണ്ണും ചരലും കൂടിയിട്ടാണ്. സഹോദരന്മാരെ, കബായിർ ഒരുപാടുണ്ടോ? അത് സഗായിർ ഒരുപാടുണ്ടോ? അത് കബായിറായി മാറിത്തീരും. അതുകൊണ്ട് എല്ലാ സഗായിരിൽ നിന്നും പൂർണ്ണമായി നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ ശൈത്താനെ കണ്ടി സഹോദരന്മാരെ, അവനെ കൊണ്ട് മുബാഹായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. എന്താ മുബാഹായ കാര്യം? ചെയ്യുന്നത് തിന്മയൊന്നുമല്ല, അനുവദനീയമായ കാര്യം. ഉദാഹരണത്തിന് ടൂർ പോകൽ അനുവദനീയമാണോ? അത് പക്ഷെ അവനെന്നും ടൂറിനായിരിക്കും. ഒന്ന് പള്ളിയിലേക്ക് ഒരു ഖുർആൻ ക്ലാസ്സിന് വരാനോ അള്ളാന്റെ ഖുർആൻ ഓതാൻ അവനെ കൊണ്ട് പറ്റൂല. അവനെപ്പോഴും അവനും അവൻ്റെ കുടുംബവുമായി കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. സഹോദരന്മാരെ, അത് ശൈത്താനെ കണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളും. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫിൽ പുണ്യമുള്ള ദിവസം. നമ്മളിൽ എത്ര പേരെന്ന് സൂറത്തുൽ കഹ്ഫ് പൂർണ്ണമായി ഓതിയ ആൾക്കാരുള്ളത്? നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് എടുത്തു നോക്കി, 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? ഒരു 20 മിനിറ്റ് എടുത്ത് സൂറത്തുൽ കഹ്ഫ് ഓതാൻ സാധിക്കാത്തവരാണ് നമ്മളെങ്കിൽ ശൈത്വാനെ കണി നമ്മൾ എത്രത്തോളം അകപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ശൈത്വാൻ്റെ ആറാമത്തെ കണി നമ്മളോട് ശൈത്താൻ എന്ത് ചെയ്യും? കൂടുതൽ പ്രതിഫലമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ ശൈത്താൻ അനുവദിക്കൂല. ഉദാഹരണമായിക്കൊണ്ട് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരണ്ട്, പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മളെ ശൈത്താൻ മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് ശുഗറിലാക്കി വെക്കും. രാത്രിയുടെ നിസ്കാരം ഏറ്റവും മഹത്വമുള്ള നിസ്കാരം, അതൊന്നാം ആകാശത്തേക്ക് ഇറങ്ങി, പക്ഷെ നമ്മളെ കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ റമദാനിൽ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റവരല്ലേ? പക്ഷെ എന്ത് ഇപ്പം നമുക്ക് ആ സമയത്ത് എണീറ്റിട്ട് ഒരു 3 റക്അത്ത് ചുരുങ്ങിയിട്ട് നിസ്കരിക്കാൻ സാധിക്കാത്തത്? ശൈത്താൻ നമ്മളെ ഉറക്കിക്കെടുത്തുക. അതുകൊണ്ട് ശൈത്താൻ അത്തരം കണികളെ സഹോദരന്മാരെ പൊട്ടിച്ചെറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ശൈത്താൻ്റെ 7ാമത്തെ കെണിയാണ് സഹോദരന്മാരെ, അവന് ശത്രുക്കൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത്. ധാരാളം ശത്രുക്കൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ജോലിയിലും കുടുംബത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് അവനെ ശൈത്താൻ എന്ത് ചെയ്യും? ദീനിൽ അങ്ങനെ മെല്ലെ അകറ്റി നിർത്തും. നന്മ ചെയ്യാൻ തൗഫീഖ് പടച്ചറപ്പ് അവന് നൽകൂല.
അതുകൊണ്ട് 7 മാർഗങ്ങൾ ഞാൻ എണ്ണി. 1 ശിർക്ക ഉണ്ടോ, അവസാനിപ്പിച്ചോളി. 2 ബിദ്അത്ത ഉണ്ടോ സഹോദരന്മാരെ, നിർത്താൻ സാധിക്കണം. 3 കബായിറ വല്ലതുണ്ടോ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. 4 സ്വഗായിർ. 5 മുബാഹയ കാര്യങ്ങൾ ശൈത്താൻ അവൻ അങ്ങക്ക് അളച്ചിടും. 6ാമത്തെ കാര്യം, അവൻക്ക് കൂടുതൽ പ്രതിഫല കർമ്മങ്ങൾ ചെയ്യാൻ ശൈത്താൻ അവനെ സമ്മതിക്കൂല. 7ാമത്തത് സഹോദരന്മാരെ, അവനോട് ശൈത്താൻ ധാരാളം ശത്രുക്കൾ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഈ 7 മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രക്ഷപ്പെടേണ്ടതുണ്ട്. ധാരാളം ദിക്കറുകളായിക്കൊണ്ട് ശൈത്താൻ ഇത്തരം കണികളെല്ലാം പൊട്ടിച്ചതിന് പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ പറയുന്ന വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം, ഉപദേശിക്കണം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഖ്യ ശത്രുവാണ് ശൈത്താനെന്നും അവൻ നമ്മളെ കീഴ്പ്പെടുത്തുന്ന 7 മാർഗങ്ങളുമാണ് സൂചിപ്പിച്ചു വന്നത്. ഒരു ഹദീസിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നുണ്ട്, ഖസ്ലത്താൻ ഔ ഖല്ലത്താൻ, 2 കാര്യങ്ങൾ. ലാ യുഹാഫിദു അലൈഹ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അടിമകൾക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, അത് കൃത്യമായി സൂക്ഷിക്കാൻ പറ്റൂല. ഹുമാ യസീറുൻ, അത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ യഅമലു ബിഹിമാ ഖലീൽ, ചെയ്യുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. സഹോദരന്മാരെ, 2 പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പം, പക്ഷേ ഇത് ചെയ്യുന്നവർ കുറച്ച് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ 2 പ്രവർത്തനം ഞാൻ പറയുമ്പോഴേ അതറിയാത്ത ഒരാൾ പോലും എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. ഒന്നാമത്തെ പ്രവർത്തനം എന്താ പറയുക സഹോദരന്മാരെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ദിക്റ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നലെ ഇശായിന് നമ്മൾ എത്ര പേര് സഹോദരന്മാരെ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് ഇന്നലെ ഉറങ്ങുന്ന സമയത്ത്. 2ാമത്തെ കർമ്മം എന്താണെന്നറിയോ, നിസ്കാര ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ദിക്റ. ഇന്ന് സുബൈക്ക് ശേഷം നമ്മൾ എത്ര പേര് ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്? നാം നമ്മോട് ചോദിക്കുക. ഇതാർക്കേ സാധിക്കുള്ളൂ. ലാ യുഹാഫിദു അലൈഹ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അടിമകൾക്കല്ലാതെ അത് കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. നമുക്കതിന് യോഗ്യത ഉണ്ടോ എന്ന് ആലോചിച്ചോളി. സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ ഹുമാ യസീറുൻ യഅമലു ബിഹിമാ ഖലീൽ, ചെയ്യാൻ എളുപ്പമായിട്ടും ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടായിട്ടും എന്തേ റസൂലേ ഇത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ചെയ്യണത്? റസൂൽ പറയാണേ, യഅതി അഹദുക്കും യഅനി അശ്ശൈത്താൻ. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ സമയത്ത് ശൈത്താൻ കടന്നു വരും. എന്നിട്ട് നിങ്ങളോട് പറയേ, വേഗം ഉറങ്ങിക്കോളി. അങ്ങനെ ഇരിക്കത്തില്ലാതെ നിങ്ങൾ കടന്നുറങ്ങിപ്പോകും. ഇന്നലെ രാത്രി നമുക്കുണ്ടായ അനുഭവമല്ല സഹോദരന്മാരെ, ഉറങ്ങാൻ വേണ്ടി ബെഡിൽ കടന്നപ്പോൾ മൊബൈൽ നോക്കി, റീൽസ് നോക്കി, ഷോർട്സ് നോക്കി അങ്ങനെ കടന്നുറങ്ങിപ്പോരും നമ്മൾ. ശൈത്താനുകളിൽ നമ്മളുണ്ട്. നിസ്കരിക്കുമ്പോൾ ശൈത്താൻ കടന്നു വരും. എന്നിട്ട് നിങ്ങളോട് പറയും, അവൻ നിസ്കാരം കഴിഞ്ഞാൽ അത് ചെയ്യാനുണ്ട്. അങ്ങനെ നിങ്ങൾ നിസ്കാര ശേഷം ഈ ദിക്ർ ചൊല്ലാതെ നിങ്ങൾ ഓടി എഴുന്നേറ്റ് പോകും. സുബൈക്ക് നമുക്കുണ്ടായ അനുഭവം അല്ലത്. ശൈത്താനുകളിൽ നമ്മളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളി. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കണികളെ പൊട്ടിച്ചെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കൊണ്ട് കാണാൻ പറ്റും, വഅഊദു ബിക അയതഖബ്ബതനി ശൈത്വാനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, മരണസമയത്ത് ശൈത്താൻ എന്നെ അതിജയിക്കുന്നതിനും അള്ളാഹ് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈത്താൻ എന്ന് പോലെ രക്ഷ തേടിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ. എപ്പോൾ മരിക്കേണ്ടി വന്നാലും, മരണം അതൊരു യാഥാർത്ഥ്യമാണ്. എപ്പോൾ മരിക്കേണ്ടി വന്നാലും സ്വർഗത്തെ കണ്ടുകൊണ്ട് ആ സന്തോഷം, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ആ സ്വർഗത്തെ കണ്ടുകൊണ്ട് മരിക്കാൻ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും നിങ്ങൾ കൂട്ടുകാർ ഞങ്ങളാണെന്ന് മലക്കുകൾ പറയുന്ന അത്തരം നല്ല മരണമായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ദുനിയാവിലെ ചെറിയ ജീവിതം ക്രിയാത്മകമായിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞ രൂപത്തിൽ സഹോദരന്മാരെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ ഫുള്ള് കളിച്ചും രസിച്ചും ആഹ്ലാദിച്ചും പരലോകത്ത് മടന്നുകൊണ്ട് പടച്ചവന്റെ താക്കീതുകൾ വകവെക്കാതെ ജീവിച്ചാൽ നമ്മുടെ മരണം അത് ഭയാനകരമായിരിക്കും. നമ്മുടെ ശിക്ഷ സഹോദരന്മാരെ നരകത്തിൽ ഞാൻ സൂചിപ്പിച്ച ഭയാനകരമായ ശിക്ഷകളായിരിക്കും. ആ ബോധത്തോടുകൂടി ജീവിക്കുക. പടച്ചറബ് നമ്മൾക്ക് ഏവർക്കും എല്ലാവരും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പടച്ചറബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസമുള്ള രോഗം പടച്ചറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയ്യ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത് അല്ലാഹുമ്മ അജ്നാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.